അയ്യോ ഏവർക്കും ലിറ്റ്ഷ്വർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ 2024 ഫസ്റ്റ് ടേം സെറ്റ് എക്സാം അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ചയായിരുന്നു എക്സാം, അതായത് 21-ാം തീയതിയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി പറയുകയാണ് 23-ാം തീയതി. അപ്പോൾ സെറ്റ് എക്സാം കഴിഞ്ഞിട്ട് നിലവിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആൻസർ കീ അല്ലാതെ മറ്റൊരു വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോച്ചിങ് തന്നെ എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു കംപ്ലീറ്റ് റെസ്പോൺസ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ രീതിയിലുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റായി കിട്ടിയതിന് ശേഷം മാത്രം ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഈ ഒരു എക്സാമിനെ കുറിച്ച്, പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ചുള്ള നമ്മുടെ കോച്ചിങ് എടുത്തതും നമ്മുടെ യൂട്യൂബ് ഫാമിലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള, എൻക്വയറി നടത്തിയിട്ടുള്ളവരുമായ, ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവരുമായ, അങ്ങനെ നമ്മുടെ ഒരു ഫാമിലിയിൽ വരുന്ന പല മെമ്പേഴ്സിൻ്റെയും ഒരു അഭിപ്രായങ്ങളിൽ, ഇല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ മനസ്സിലാക്കി അത് മൊത്തത്തിൽ നമ്മളൊരു അവലോകനം എന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ അത് തന്നെയാണ്, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്രാവശ്യം കഴിഞ്ഞ സെറ്റ് എക്സാം, ഇല്ല സെറ്റ് ഇംഗ്ലീഷ് എക്സാം എടുത്തു പറയുകയാണ്. സെറ്റ് ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത് ഈസി എന്ന രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇത് ഫാക്കൽറ്റി എന്ന രീതിയിലല്ല നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് എന്ന രീതിയിലാണെങ്കിൽ, ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ കോച്ചിങ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു എന്താ പറയുക, ആ ഒരു അഭിപ്രായമാണ് ഈസി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ഇല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഇല്ലേ ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം നടന്നത്, ഇല്ലേ കണ്ടത് എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ നമ്മളും അതിനുശേഷം കൃത്യമായ രീതിയിൽ 1 മുതൽ 120ഓളം ക്വസ്റ്റ്യൻസും അവലോകനം ചെയ്തിരുന്നു. അതായത് കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയത്, ഇതിനു മുമ്പ്, അതായത് സമീപകാലത്തൊക്കെ നടന്നിട്ടുള്ള സെറ്റ് ഇംഗ്ലീഷ് എക്സാം പരിശോധിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഈസി ആയി എന്ന രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈസി എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് തന്നെ, വളരെയധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യത്തെ എക്സാമിൽ വളരെയധികം ചോദിച്ചിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത് കുറച്ചധികം, ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചെന്നല്ല, അതിലേറെ അധികം ടഫ് തന്നെയായിരുന്നു. കാരണം അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം കൃത്യമായ രീതിയിലൊരു ലിറ്റററി വർക്കിനെ കുറിച്ചൊരു മൊത്തത്തിലൊരു ധാരണയുള്ള ഒരു സ്റ്റുഡൻസിന് മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസും, എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറയുന്നില്ല, പല ക്വസ്റ്റ്യൻസും അത്തരം രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം എന്ന് പറയുന്നത് വളരെ പെരിഫറൽ ലെവലിലേക്ക്, കുറച്ചധികം പഴയ കാലങ്ങളിൽ സെറ്റ് എക്സാം എങ്ങനെ നടന്നു ആ ഒരു രീതി നമ്മൾ ഓർപ്പിക്കുന്ന, ഇല്ലേ സദൃശ്യമാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല വിദ്യാർത്ഥികൾക്കും അത് ഈസിയായി തോന്നാനുള്ള കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട ഈസി ആവാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ മനസ്സിലാക്കിയപ്പോൾ സെറ്റ് എക്സാം, ഇല്ലെ സെറ്റ് ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്ന ഒരു നെറ്റ് ഇംഗ്ലീഷ് പെർസ്പെക്റ്റീവിലെ നെറ്റ് ഇംഗ്ലീഷ് ആ ലെവലിലേക്ക് ഉയരുന്ന രീതിയിൽ കുട്ടികളെ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രിപ്പറേഷൻ ടാക്ടിക്സും അതിലുള്ള സ്ട്രാറ്റജീസും സ്വാഭാവികമായിട്ടും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലൊരു വായന അവർ പലപ്പോഴും, ഇല്ലേ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ നടത്തിയതിന് ശേഷം ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇല്ലെങ്കിൽ ഒരു തരത്തിലുണ്ടാകുന്ന കുറച്ചും കൂടി ഈസി ആയി പോയി എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അത്രത്തോളം അവർ പ്രതീക്ഷിച്ച ആ ഒരു ടഫ്നെസ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു രീതിയിൽ എക്സാം കുറച്ചധികം എളുപ്പമായിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കോച്ചിങ്ങിൽ, അതായത് നമ്മുടെ ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഈ പഠിപ്പിച്ച മെറ്റീരിയൽസിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മൾ നൽകിയ മെറ്റീരിയൽസിൽ തന്നെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വന്ന രീതിയിൽ തന്നെ ഇത് ഫാക്കൽറ്റി, ഇല്ലെ അക്കാഡമിയുടെ പെർസ്പെക്റ്റീവ് പറയുന്നതല്ല, നമ്മുടെ കോച്ചിങ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല. അവർ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം, ഒഫീഷ്യൽ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം മാത്രം ഈ ഒരു കാര്യം, എത്രത്തോളം പാസ്സുണ്ട്, എത്രത്തോളം കുട്ടികൾ പാസ്സായി, അവരുടെ സന്തോഷം എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായ എക്സ്പീരിയൻസ് വീഡിയോസ് എല്ലാം, അവരുടെ മോട്ടിവേഷണൽ വീഡിയോ, നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ തുടർന്നും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, റിസൾട്ട് വന്നതിനുടൻ തന്നെ. അപ്പോൾ പ്രധാനമായും ഒരു അവലോകനം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാം വളരെ വളരെ എളുപ്പം എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാം. എന്നതിനർത്ഥം എല്ലാ ക്വസ്റ്റ്യൻസും 120ഓളം ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 120 ക്വസ്റ്റ്യൻസിൽ തന്നെ ഏകദേശം ഒരു 70, അതായത് 60 to 70 റേഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും, പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു
ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ആവറേജ് ക്വസ്റ്റ്യൻസും പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ചധികം ടഫ്നെസ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റൻസ് പ്രിപ്പറേഷൻ നടത്തിയവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാനായി പറ്റുക. നമുക്കറിയാവുന്ന പോലെ ജനറൽ കാറ്റഗറിക്കാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വേണ്ടത്. അതിന് പോലെ ഈ 60 to 70 റേഞ്ച് അക്വയർ ചെയ്യുകയാണെങ്കിൽ തന്നെ സേഫായിട്ട് ക്വാളിഫൈ ചെയ്യാനാവുന്നതേ ഉള്ളൂ. പിന്നെ ജനറൽ പേപ്പർ ആയാലും കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് നമ്മളൊരു അവലോകനം പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2-ൻ്റെ എക്സാം ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയായിരുന്നു എന്ന കാര്യമാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്ന എക്സാം എഴുതിയ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും എങ്ങനെ നിങ്ങൾക്കത് ഫീൽ ചെയ്തു എന്ന കാര്യം നമ്മൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷുവർ അക്കാഡമി. താങ്ക് യു.